യാഗവേദിയിൽ സ്നേഹനാളമായി യേശുനായക വന്നു നീ. മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ. യാഗവേദിയിൽ സ്നേഹനാളമായി യേശുനായക വന്നു നീ. മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ. ജീവനേകുവാൻ അപ്പമായി നീ ഭൂവിനേകി നിൻ രക്തവും നിത്യജീവിതം കാത്തിരുന്നവർ സത്യമാർഗമായി തീർന്നു നീ. സത്യമാർഗമായി തീർന്നു നീ. യാഗവേദിയിൽ സ്നേഹനാളമായി യേശുനായക വന്നു നീ. മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാരമ്പര്യത്തിനപ്പുറം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം അനുഗ്രഹമാക്കാൻ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്ഷയ്ക്കായി സ്വർഗമൊരുക്കുന്ന അനുഗ്രഹ വഴികൾ സ്വീകരിച്ച് ജീവിതത്തെ ഈ പുതുവർഷത്തിൽ അഭിഷേകപൂരിതമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 36-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ഒരഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്താനിടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ തമ്പുരാനെ തിരിച്ചറിഞ്ഞിട്ട് ലോകം മുഴുവനും വണങ്ങി അതിജീവനത്തിൻ്റെ ഈ അനുഗ്രഹ വർഷത്തിൽ ജീവിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ പരിശുദ്ധ കുർബാനയിലെ തമ്പുരാനെ നോക്കിക്കൊണ്ട് ചോദിക്കണം, എൻ്റെ പൊന്നു തമ്പുരാനെ, പ്രതീക്ഷയുടെ പൊന്നാമ്പുകൾ ഇല്ലെന്നൊക്കെ പലരും ഞങ്ങളെ ഭയപ്പെടുത്തുമ്പം, കോവിഡ് കാലഘട്ടത്തെ മുഴുവനും തകിടം മറിക്കുകയും താളം തെറ്റിക്കുകയും ഒരുപക്ഷെ ജീവിതത്തിൽ നൈരാശ്യത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, വലിയ വേദനയുടെ, തൊഴിൽ നഷ്ടപ്പെടലിൻ്റെ, പഠനം മുടങ്ങിയതിൻ്റെ, വൈദേശിക സാധ്യതകൾ അടഞ്ഞതിൻ്റെ ഒരുപാട് കഥകൾ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പം പുൽക്കൂട് ഞങ്ങളോട് പറഞ്ഞത് പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിലും സമീപത്തെത്തിയിരിക്കുന്നുവെന്ന് റോമാലേഖനം 13-ലെ വചനം ഞങ്ങളുടെ മനസ്സിലുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്ന യെശയ്യാ പ്രവചനത്തിലെ തിരുവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ട്. ഞങ്ങളും പ്രതീക്ഷയോടെ, പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ ജീവിതത്തിൽ തെളിയിക്കണേ എന്ന പ്രാർത്ഥനയോടെ പഴങ്കഥകളെ ദൂരെയെറിഞ്ഞ് പാരമ്പര്യത്തിൻ്റെ ആ ഭാരങ്ങളോടുകൂടെ ജീവിക്കാതെ ക്രിസ്തു പഠിപ്പിച്ച ആത്മീയ വിചാര ചുവടോട് ചേർന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥനയോടെ ഇരടികളോട് ചേർന്ന് കർത്താവേ, കൃപയൊഴുകാൻ, പ്രതീക്ഷ ഞങ്ങളുടെ ഉള്ളിൽ കെടാതെ ജ്വലിക്കാൻ ഞങ്ങളൊരു ചൈതന്യത്തിൻ്റെ വാഹകരും തുടക്കക്കാരുമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട്
പുതിയൊരു ഹൃദയം നൽകണമേ നാഥ. പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. വലിയ സ്നേഹത്തോടെ എല്ലാവരും ചേർന്ന് പുതിയൊരു ഹൃദയം നൽകണമേ നാഥ. പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. നവമൊരു ചൈതന്യം പകരണമേ നാഥ. നവമൊരു ചൈതന്യം പകരണമേ നാഥ. അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥ. ഒരുപാട് സ്നേഹത്തോടെ ഈശോയോട് പറഞ്ഞു. അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥ. പുതിയ ഹൃദയത്തിൽ, പുതിയ ജീവിതത്തിൽ, പുതുവർഷത്തിൽ തമ്പുരാൻ ഇടം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം പറയും, നിങ്ങളുടെ പാരമ്പര്യത്തെ പാലിക്കാൻ വേണ്ടി കൗശലപൂർവ്വം നിങ്ങൾ ദൈവകൽപ്പനയെ അവഗണിക്കും. ഒരുപക്ഷെ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരുവചനത്തിലൂടെ തിരുനാഥൻ നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ ചില സ്വാർത്ഥതകളെ പൂവണിയിക്കാൻ വേണ്ടി, നിന്റെ ജീവിതത്തിൻ്റെ ചില ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സഫലമാക്കാൻ വേണ്ടി നീ ദൈവിക വെളിപാടുകളെയും ദൈവം നൽകിയ ഓർമ്മപ്പെടുത്തലുകളെയും അവഗണിക്കുന്നത് അപകടകരമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു പാരമ്പര്യത്തിൻ്റെ ബലത്തിനപ്പുറം ക്രിസ്തു ജീവിതത്തിൻ്റെ ദർശനങ്ങളെ, പുതുബന്ധാവുകളെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് പഠിക്കണം. ഓരോ പുതുവർഷവും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പഴയ മനുഷ്യനെ പാപത്തോടുകൂടെ, ആസക്തികളോടുകൂടെ, കുറവോടുകൂടെ, ബലഹീനതകളോടുകൂടെ, നിന്നിൽ രൂഢമൂലമായി നിൽക്കുന്ന, നിന്നെ ഒരുപക്ഷെ അപകടപ്പെടുത്താവുന്ന, വഴിതെറ്റിക്കാവുന്ന, ഇനിയും നിന്റെ ജീവിതത്തിന് ദുരന്തത്തിൻ്റെ തുടർക്കഥയായി മാറാവുന്ന ആ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കണം. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ തൊട്ടറിഞ്ഞനുഭവിച്ചത്, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞു. ഞാനല്ല, ക്രിസ്തുവെന്നിൽ ജീവിക്കുന്നുവെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തി. ഗലാത്യ ലേഖനം 4:19 വിശുദ്ധ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവെന്നിൽ രൂപപ്പെടുവോളം ഞാൻ ഏറ്റുനോവ് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ 2021 ഓരോ വിശ്വാസിയും ഹൃദയത്തിലൊരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പഴങ്കഥകളെ മാറ്റി നിർത്തിയിട്ട് പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഒരു അഭിഷേക ജീവിതത്തിന് വേണ്ടിയുള്ള വലിയ ദാഹവും അടങ്ങാത്ത പ്രാർത്ഥനയും ജീവിതത്തിലുണ്ടാവണം. അപ്പോൾ അങ്ങനെയൊരു ജീവിതവും ശൈലിയും ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവാണ് ഈ പാരമ്പര്യത്തിൻ്റെ വഴിത്താരകളിലേക്ക് പുതിയ പ്രഭയും പ്രകാശവും പകർന്നവൻ. ക്രിസ്തുജീവിതം പരിസയൻ്റെയും നിയമജ്ഞൻ്റെയും ആ ജീവിതത്തിൻ്റെ പഴയ നിലപാടിൽ നിന്നും ആത്മീയതയില്ലാത്ത, നിയമത്തോട് മാത്രം ബദ്ധമായ അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി നിയമങ്ങളും ഉപനിയമങ്ങളും വഴി രൂപപ്പെടുത്തി വെച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ, മനുഷ്യത്വത്തെ മുഴുവനും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും സ്വന്തം ജീവിതത്തോടുമൊക്കെ കാണിക്കേണ്ട നിലപാടുകളെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ കാപട്യത്തിൻ്റെ പുറംമോടി കൊണ്ട് അപകടപ്പെടുത്തിയ ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തമ്പുരാൻ പറയാണ്, പുതിയ ജീവിതത്തിന് വേണ്ടി, പുത്തൻ ചൈതന്യത്തിന് വേണ്ടി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും വെളിപാടിൽ ഓർമ്മപ്പെടുത്തും പോലെ രൂപപ്പെടുത്താൻ തക്ക വിധം നീ ഒന്നുണർന്നീ, ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. എന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പൊ എന്നിലൂടെയാണ് ഈ ലോകത്തിന് ഈ 2021 മാറ്റമുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള അവബോധത്തോട് കൂടിയിട്ട് സക്കേവൂസ് മരത്തിൽ നിന്നിറങ്ങി ക്രിസ്തുവിൻ്റെ ജീവിത ചുവടുകളെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയോടെ സ്വീകരിച്ച് ഒരു നിലപാട് മാറ്റം നടത്തി കടന്നുപോയ പോലെ നമ്മളും ഒരു നിലപാട് മാറ്റത്തിൻ്റെ വഴിയിലാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിലൂടെ നമ്മൾ അറിയണം, പലപ്പോഴും ഈ പാരമ്പര്യത്തിലൂടെ നമ്മൾ എത്തിപ്പെടുന്ന ഒരു കെണിയുണ്ടല്ലോ, അത് മനസ്സിലാകണമെങ്കിൽ
പാരമ്പര്യത്തെ സ്വീകരിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിൽ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ പാരമ്പര്യം ഊന്നി നിൽക്കുന്നതും അടിസ്ഥാനമായി സ്വീകരിക്കുന്നതും ക്രിസ്തുവിനെയും ക്രിസ്തു പഠനത്തെയുമാണ്. തന്നിഷ്ടം പോലെ ഈ ക്രിസ്തു വചനങ്ങളെയും ക്രിസ്തു പഠനങ്ങളെയും വ്യാഖ്യാനിച്ചിട്ട് അതിനെ പാരമ്പര്യമെന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല. ഒരുപിടി തെറ്റായ പാരമ്പര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തി ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പണ്ട് സന്യാസിയുടെ കഥ കേട്ടിട്ടില്ലേ? സന്യാസിയുടെ പൂജാവിധികൾക്കരികിൽ പൂച്ചയിരുന്നത് അത് നിർബന്ധമായി മാറിയതുപോലെ യാദർശികമായി കടന്നു വന്ന് പിന്നീട് കാലാന്തരത്തിൽ അത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനും ആഘോഷത്തിനുമൊക്കെ സംഭവിക്കുന്നത് പലതും പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. പണ്ട് ചെരുപ്പിടാതെ വരനും വധുവുമൊക്കെ നടന്നിരുന്ന കാലത്ത് വീടിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പം ഇരിക്കാനുള്ള കൊരണ്ടി എന്നൊക്കെ പറയുന്ന ചെറിയ പലകയിൽ കയറ്റി നിർത്തി കാല് കഴുകി പുരയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്ന ഒരു പാരമ്പര്യം ഇപ്പോഴും കല്യാണ വീടുകളിൽ തുടരുകയാണ്. എന്നിട്ട് കഴുകണതോ കൗതുകം തോന്നും, കാലല്ല, ഇട്ടിരിക്കുന്ന ഷൂ. നമ്മൾ അത്ഭുതത്തോടു കൂടെ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ എവിടെയോ കൺമറഞ്ഞു പോയ കേട്ട് വിട്ടുപോയ ഒരു പാരമ്പര്യത്തെ അതിൻ്റെ ആത്മാംശത്തെ സ്വീകരിക്കാതെ വെറുതെ സ്വീകരിക്കുകയാണ്. സഭയിലാകട്ടെ വിശ്വാസത്തിൻ്റെ മേഖലയിലാകട്ടെ ഏത് പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അടിസ്ഥാനമായിട്ട് തിരുസഭയുടെ അടിസ്ഥാനമായിട്ട് ക്രിസ്തു പഠനങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ചുള്ള നമ്മുടെ നിഷ്ഠയാർന്ന ജീവിതം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിലനിൽക്കില്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിനെ കൂടാതെ ക്രിസ്തു ജീവിത കേന്ദ്രീകൃതമല്ലാത്ത പാരമ്പര്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളില്ലാത്ത അനുഭവങ്ങൾ ആത്യന്തികമായിട്ട് പരാജയത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ഏതു പാരമ്പര്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ക്രിസ്തുവിൽ അധിഷ്ഠിതമായും ക്രിസ്തു പഠന കേന്ദ്രീകൃതമായുമാണ് അത് രൂപപ്പെട്ടത് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മളതിൽ യാത്ര ചെയ്യാൻ. ക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായതിനെ കൃത്യമായിട്ടും അകലത്തിൽ നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, അപ്പസ്തോലിക പാരമ്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണം. ക്രിസ്തു തൻ്റെ കൂടെ കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ച അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും അവരോട് ബന്ധപ്പെട്ടവരുമൊക്കെ ആദിമ നൂറ്റാണ്ടിൽ പാലിച്ചും പരിശീലിച്ചും കടന്നു വന്ന ആ ചൈതന്യത്തിൻ്റെ വഴിയാണ് നമ്മൾ പിന്തുടരുന്നത് എങ്കിൽ അപകട സാധ്യതകൾ കുറവായിരിക്കും. പലപ്പോഴും നമ്മളിതൊന്നും തിരിച്ചറിയാതെ ആരോ പറഞ്ഞു, വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട് എന്നൊക്കെ പറയണത് പോലെ ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മാതാപിതാക്കളെ നോക്കുക എന്ന ദൈവിക നിയമത്തെ പാരമ്പര്യത്തിൻ്റെ പേരിൽ ഖുർബാൻ വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിനെ വക്രീകരിക്കാൻ പാടില്ല. നിന്റെ ഇഷ്ടം പോലെ സ്വാർത്ഥതയ്ക്കിണങ്ങുന്നൊന്നാക്കി മാറ്റാൻ പാടില്ല. ഏത് സത്യസന്ധമായ കാര്യത്തിൻ്റെ പുറകിലും കൃത്യമായും ഒരു ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ഒരു ദൈവിക വെളിപാട് നമുക്ക് കിട്ടും. സഭയൊക്കെ അല്ലെങ്കിൽ സഭയുടെ ആത്മീയ പിതാക്കന്മാരൊക്കെ ഒരു തീരുമാനമെടുക്കും മുമ്പേ വെറുതെ ഒരു പാരമ്പര്യത്തിൽ കണ്ടു, ആരോ പറഞ്ഞു, എവിടെന്നോ കിട്ടിയെന്ന് പറയാതെ അതിൻ്റെ പുറകിലെ ചൈതന്യം എന്താണെന്ന് ആദ്യം അന്വേഷിക്കും. എന്താണ് അതിൻ്റെ പുറകിലെ നിഷ്ഠയാർന്ന എനർജി എന്ന് പരിശോധിക്കും. അത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, ഏതൊരു പ്രവൃത്തിയുടെ പുറകിലും അപരൻ്റെ നന്മയ്ക്കും ഉതകുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. ഇടർച്ചയ്ക്കു കാരണമാകുന്നില്ല എന്നോട് ഉറപ്പുവരുത്തണം. ഏതു പാരമ്പര്യത്തിന് വേണ്ടിയുള്ള നിലപാടുകളെ നമ്മൾ ഈ 2021 എടുക്കുമ്പോഴും അപരൻ്റെ ജീവിതത്തിന് അത് അനുഗ്രഹമാണെന്ന് ഉറപ്പുവരുത്തണം. ഇടർച്ചയ്ക്കു കാരണമാകരുത് എന്നുള്ള നിശ്ചയമുണ്ടാകണം. ചെറിയവൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചകളെയൊക്കെ വല്ലാതെ ഭാരത്തോടെ കാണുന്നൊരു തമ്പുരാൻ്റെ മക്കളാണ് നമ്മളെന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് 2021 ക്രിസ്തു ജീവിതം പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ വിജയത്തിന് ആധാരമായി മാറിയ പാരമ്പര്യത്തിന് വിരുദ്ധമായ, എന്ന് വെച്ചാൽ അനുഗ്രഹീതമല്ലാത്ത പാരമ്പര്യത്തിൻ്റെ ചുവടുകളിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ ക്രിസ്തു ചുവടിലേക്കുള്ള ഒരു മാറ്റം ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കണത് എന്ന് ക്രിസ്തു അടിവരയിട്ട് പറഞ്ഞു. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കണതല്ല, ഉള്ളിലേക്ക് ചെല്ലുന്നതാണ് ഒരുവൻ്റെ ജീവിതത്തെ താളം തെറ്റിക്കുന്നത്. അവൻ്റെ അകക്കാമ്പിലുള്ള
ശത്രുത, ദുഷ്ടത, അഹങ്കാരം, സ്വാർത്ഥത, ജഡികത, ദുർമോഹങ്ങൾ അവയൊക്കെ ഗർഭം ധരിച്ച് പാപമാകുമെന്നും കൃത്യമായിട്ടും തമ്പുരാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയാണ്, ഈ 2021 നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെടുക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ പാരമ്പര്യത്തെ ചുറ്റിപ്പറ്റി പിണഞ്ഞു പോയ ഒരു ഗതികേടിൻ്റെ ജീവിതമായി മാറാതെ ആത്മീയതയിൽ ഉയർക്കൊള്ളുന്ന ഒരു പുത്തൻ അനുഭവത്തിൻ്റെ ജീവിതമായിട്ട് മാറണം. നാലാമത്തെയും അവസാനത്തെയും കാര്യം ഇതാണ്. സ്വാർത്ഥതയും അഹങ്കാരവും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും വക്രതയായി മാറും. സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ അവിടെ ഉയർക്കൊള്ളുന്നവയൊക്കെ പേരിൽ പാരമ്പര്യമാണെങ്കിലും സത്യത്തിൽ അനുഗ്രഹത്തിന് വിരുദ്ധമാണ്. ഒറ്റ ചോദ്യം ചോദിക്കണ്ടു. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയാതെ അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസത്തിനും ആത്മീയതയ്ക്കും ഉപയുക്തമാകുന്ന ഒരു അഭിഷേകാത്മകമായ ചൈതന്യമാണോ എൻ്റെ തീരുമാനത്തിൻ്റെ പുറകിൽ ബലമായി മാറുന്നത്? ഈ ഒരു തീരുമാനത്തെ ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനമൊന്ന് ഹൃദയത്തിൽ കുറിച്ചിട്ടാൽ മതി. ഏതു തീരുമാനങ്ങൾ എടുക്കും മുമ്പും ഈ വചനത്തിൻ്റെ ആത്മീയതയ്ക്ക് കോട്ടം വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ പിന്നെ പേടിക്കേണ്ട. വചനം ഇങ്ങനെയാണ് പറയുന്നത്: പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. ശരിക്കുമുള്ള ഭക്തി, ജെനുവിൻ സ്പിരിച്വാലിറ്റി, കൃത്യമായ ആത്മീയത എന്ത് എന്ന് അളന്നു തൂക്കിക്കൊണ്ട് യാക്കോബ് ശ്ലീഹ പറയാണ് 1:27. അതിനെ തുടരുകയാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അനാഥര, വിധവകൾ എന്നൊക്കെ പറയണത് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലെ ഏറ്റവും അർഹതപ്പെട്ടവർ. അനാഥരെന്ന് പറഞ്ഞാൽ ജന്മം മാത്രം നൽകി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ സ്വന്തക്കാരെന്നും സ്വന്തമെന്നും അവകാശപ്പെടാനായിട്ടും ആരുമില്ലാത്ത വിധം വലിയ നൊമ്പരത്തിലും നിഷേധത്തിലും ഒറ്റയാക്കപ്പെടലിലും ഭാരം പേറുന്ന ഒരു ഗണമാണ് അനാഥർ. വിധവകളും സമാനമായ കാഴ്ചപ്പാടുള്ളവരാ. ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമായിട്ട് ഉറപ്പോടുകൂടെ ഒപ്പമുണ്ടാകുമെന്ന് കരുതി ജീവിത പങ്കാളി അങ്ങനെ നഷ്ടപ്പെട്ട വിധവകൾ. അപ്പം അനാഥരോടും വിധവകളോടുമൊക്കെ ഉണ്ടായിരിക്കേണ്ട നിലപാട്, ഏറെ സഹായത്തിൻ്റെ, സാന്നിധ്യത്തിൻ്റെ നിലപാട്, അത് ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്നാണ് യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും പറയാണ്: ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. ലോകം നമ്മളെ വല്ലാതെ മാടി വിളിച്ചുകൊണ്ട് ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ പിടിക്കും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ആധുനിക തലമുറയിലേക്കുള്ള അനുഗ്രഹം ഒഴുകുന്ന നീർച്ചാല് അത് കുടുംബത്തിലൂടെ ഒഴുകണേ. ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പിശാച് അവൻ്റെ എല്ലാ കെണികളും ഒരുക്കി വെച്ചിരിക്കുക. അബോർഷനിലൂടെ, സ്വവർഗരതിയിലൂടെ, അവിശുദ്ധ ബന്ധങ്ങളിലൂടെ, ഇങ്ങനെ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ താളക്രമങ്ങൾക്കും ഊർജം പകരേണ്ട, അടുത്ത തലമുറയിലൂടെ ചൈതന്യമായി മാറേണ്ട അഭിഷേകത്തിൻ്റെ കുടുംബ ബന്ധങ്ങളെ, അതിലൂടെ ജനിക്കേണ്ട കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കി പിശാച് കാത്തിരിക്കുകയാണ്. എന്നിട്ട് പിശാച് എന്ത് ചെയ്യുന്നു? നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുടുംബത്തിൻ്റെ, ജീവിതത്തിൻ്റെ തീരുമാനങ്ങളുടെ സ്റ്റിയറിംഗ് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ആ ഗതികേടിൽ ചെന്ന് ജീവിതം പെട്ടുപോകരുത്. ഈ ലോകത്തിൻ്റെ ഗതികേടിൽ നിന്ന്, ഗതികേടിൻ്റെ അനുഭവത്തിൽ നിന്ന് ക്രിസ്തു ജീവിതത്തിൻ്റെ ആത്മീയ ചുവടിലേക്ക് നമ്മൾ ഈ വർഷത്തിലൊന്നു മാറിയാൽ നമ്മുടെ ജീവിത ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് 2020 അങ്ങനെ ആയിരുന്നു. ഏത് മനുഷ്യനും ഇങ്ങനെ പഴയ കഥ മാത്രം പറഞ്ഞ് ജീവിക്കുമ്പം മുൻപോട്ട് ലക്ഷ്യം വെച്ച് അഭിഷേകത്തോടുകൂടെ, അനുഗ്രഹത്തോടുകൂടെ, കൃപയോടുകൂടെ നമുക്ക് ഈ യാത്ര തുടങ്ങാം, ഈ യാത്ര തുടരാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പ്രതീക്ഷയുടെ ജീവിതം, വിശുദ്ധ ബൈബിൾ മുഴുവനും പ്രതീക്ഷയുടെ ഓർമ്മപ്പെടുത്തില്ല, വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. അത് വിശ്വസിക്കുന്നവനും ജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്നവനും അതിൻ്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നവനും അത്ഭുതമായി മാറും. പരിശുദ്ധാത്മാവാണ് ഈ വാഗ്ദാനങ്ങളെ മുഴുവനും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറ്റാൻ സഹായമായി മാറുന്നത്. ആത്മാവിനോട് പ്രാർത്ഥിക്കാം, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് സ്വയേ ചൈതന്യദായകമായ, അഭിഷേകപൂരിതമായ, അനുഗ്രഹീതമായ ഈ ആത്മീയ യാത്ര
ഈ വർഷത്തിൻ്റെ ജീവിതം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഗാനത്തോട് ചേർന്ന് പാടി വലിയ അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം, സ്വർഗത്തിൻ്റെ കൃപ പെയ്തിറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ, പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. എല്ലാവരും ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കുകയും പുതിയൊരു ഹൃദയം നൽകണമേ നാഥ, പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. നവമൊരു ചൈതന്യം പകരണമേ നാഥ, നവമൊരു ചൈതന്യം പകരണമേ നാഥ. അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥ. ഒരുപാട് സ്നേഹത്തോടെ തമ്പുരാൻ അടിയങ്ങൾ തന്നുള്ളിൽ എന്നും വാഴണമേ നാഥ. ആദിമസഭയിലെ ചൈതന്യം നീ ഞങ്ങളിലേകണമേ, പെന്തക്കുസ്താനുഭവമെന്നും ഞങ്ങൾ കേൾക്കണമേ. ആദിമസഭയെ നയിച്ച പോലെ ഞങ്ങളെ നയിക്കണേ. ആദിമസഭയിലെ ചൈതന്യം നീ ഞങ്ങളിലേകണമേ, പെന്തക്കുസ്താനുഭവമെന്നും ഞങ്ങൾ കേൾക്കണമേ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ. വലിയ സ്നേഹത്തോടെ പാപികൾ ഞങ്ങളിൽ കനിയണമേ നാഥ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. കരങ്ങൾ തുറന്നു പിടിച്ച ഈശോയെ നോക്കി സ്നേഹത്തോടെ ചോദിച്ച ഈശോയെ, പഴയ കഥ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ പുതുസാധ്യതകളെ ഞാൻ അടച്ചു കളഞ്ഞു. പുത്തൻ പ്രതീക്ഷകളും പുതുചൈതന്യവുമായിട്ട് ഈ പുത്തനാണ്ടിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയണുണ്ടോ? പ്രതീക്ഷയില്ലാത്ത വിധം നൈരാശ്യത്തോടെ, സങ്കടത്തോടെ, വലിയ വ്യഥയോടെയാണോ ഞാൻ കഴിയണേ? മാപ്പ് ചോദിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ജീവിതങ്ങളെ എന്ന് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോ ഈ തിരുവോസ്തിരൂപൻ നമ്മെ ആശീർവദിക്കുമ്പം അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും നിങ്ങളും പുതിയ സൃഷ്ടികളായി മാറി ഈ പുതുവത്സരത്തിൻ്റെ ചൈതന്യത്തെ പകർത്താൻ ഇടയാവുക. പ്രാർത്ഥനയോടെ ആശീർവാദത്തിനായി ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുനാഥ.